നമുക്ക് 4 മണിക്കൂർ അവിശ്വാസ പ്രമേയത്തിൽ പറയുവാനുള്ള രാഷ്ട്രീയം, വികസന സ്തംഭനം എല്ലാം പറഞ്ഞ് അത് കഴിഞ്ഞ് വോട്ടിങ്ങിൻ്റെ സമയത്ത് ഇഷ്ടമുള്ള ചെയ്യാമല്ലോ. റോഡ് മാപ്പ് നിറച്ച് കുഴിയാണ്. ഇവിടെ കുടിവെള്ളം പറയുന്നത് കോർപ്പറേഷൻ ഒരു ചുമതലയില്ലെന്നാണ് പറയുന്നത്. അതാണോ വികസനം? അല്ലെങ്കിൽ ഇവിടെ തെരുവുനായ വിഷയത്തിൽ എന്താണ് പരിഹാരം ഉണ്ടായിട്ടുള്ളത്? മാലിന്യ സംസ്കരണത്തിൽ എന്താ പരിഹാരം ഉണ്ടായിട്ടുള്ളത്? ഇവിടെ നരേന്ദ്രമോദിയുടെ ബഡ്ജറ്റിൽ പോയി കൊണ്ടുവന്ന 1000 കോടി പദ്ധതി എവിടെയാണ്? അതൊന്നും കണ്ടില്ല. ഒളിമ്പിക് നഗരം എവിടെയാണ്? ഇച്ചിരി അപ്ഡേറ്റഡ് ആവും. ക്രിഞ്ച് കോമഡി അടിക്കലെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഭയങ്കര മോശമായിപ്പോയി, ഭയങ്കര ക്രിഞ്ചായിപ്പോയി. ഇതൊക്കെ 950 സിനിമയെ പോലും ക്രിഞ്ചാണ്. BJP-ക്കാർ പോലും മറ്റേ തഗ് വീഡിയോ ഇട്ട് ചെയ്തില്ല, അത്ര ക്രിഞ്ചായിരുന്നു. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ ഇന്ന് കൗൺസിൽ യോഗം നടക്കുമ്പോൾ UDF അവിശ്വാസ പ്രമേയത്തിന് തയ്യാറെടുക്കുകയാണ്. ഈ അവിശ്വാസ പ്രമേയം സാങ്കേതികമായും നിയമപരവുമായ കാരണങ്ങളാലും അവിശ്വാസ പ്രമേയം പരാജയപ്പെടാനുള്ള കാരണങ്ങൾ ഏറെയാണ്. എന്തായാലും 101 അംഗങ്ങളുള്ള കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയ നോട്ടീസ് ചർച്ചയ്ക്ക് എടുക്കണം എങ്കിൽ 1/3, അതായത് 34 പേരുടെ പിന്തുണ വേണ്ടതുണ്ട്. നിലവിൽ 20 അംഗങ്ങളുള്ള UDF-നോ 29 അംഗങ്ങളുള്ള LDF-നോ തനിച്ച് ഇതിന് സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇരുപക്ഷവും ഒപ്പിട്ടാൽ മാത്രമേ നോട്ടീസിന് നിയമസാധുത കൈവരൂ എന്നതാണ് അവസ്ഥ. എന്തായാലും UDF തനിച്ച് തന്നെ നിലവിലിപ്പോൾ അവിശ്വാസ പ്രമേയത്തിന് തയ്യാറെടുക്കുകയാണ്. നോട്ടീസ് നൽകും എന്നാണ് ശബരിനാഥ് ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇക്കഴിഞ്ഞ ദിവസം മേയർ VV രാജേഷ് ശബരിനാഥനെയും അതുകൂടാതെ SP ദീപകിനെയും പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അത് ഇങ്ങനെയായിരുന്നു: ശബരിനാഥ് ആന്തൂറിയവുമായി മഴയത്ത് നിൽക്കുകയാണ്, അതായത് ദീപകിന് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ദീപക് അവലോസുണ്ടിയുമായി വീടിനകത്തും അല്ലെങ്കിൽ അടുക്കളയിൽ നിൽക്കുകയാണ്. അപ്പോൾ ശബരിനാഥിനെ ഇങ്ങനെ മഴ കൊള്ളിക്കാതെ ഉടൻ SP ദീപക് സംരക്ഷിക്കണം എന്നായിരുന്നു VV രാജേഷ് പറഞ്ഞത്. ഇത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിൽ ഈ ഒരു മേയറുടെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകുകയാണ് ശബരിനാഥ്. അല്ല, അവിശ്വാസ പ്രമേയം UDF-ന് മാത്രം അതിനുള്ള നമ്പേഴ്സ് ഇല്ല, LDF-ന് മാത്രം അതിനുള്ള നമ്പേഴ്സ് ഇല്ല. അപ്പോൾ അവിശ്വാസ പ്രമേയം എന്ന് വെച്ചാൽ ഇതിനെതിരെ കോർപ്പറേഷനെതിരെ ചർച്ച ചെയ്യാനുള്ള ഭരണഘടനാപരമായിട്ടുള്ള ഒരു അവകാശമാണ്. അത് വിനിയോഗിക്കണമെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് നോട്ടീസ് കൊടുക്കണം. ഒരുമിച്ച് നോട്ടീസ് കൊടുക്കുന്നത് തെറ്റില്ല. നമുക്ക് 4 മണിക്കൂർ അവിശ്വാസ പ്രമേയത്തിൽ പറയുവാനുള്ള രാഷ്ട്രീയം, വികസന സ്തംഭനം എല്ലാം പറഞ്ഞ് അത് കഴിഞ്ഞ് വോട്ടിങ്ങിൻ്റെ സമയത്ത് ഇഷ്ടമുള്ള ചെയ്യാമല്ലോ. അതുകൊണ്ട് ഈ അവിശ്വാസ പ്രമേയത്തിന് ഒരു അനുമതി കൊടുക്കേണ്ട, അതിന് കൂടെ നിൽക്കേണ്ടതാണ് LDF. പ്രമേയത്തിന് ചർച്ചയ്ക്ക് LDF കൂടെ നിൽക്കണം എന്നതായിരുന്നു നമ്മുടെ അഭിപ്രായം. എന്നാലും ഇനി കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ പ്രക്ഷുബ്ധമാവുകയാണ്. കൂടുതൽ സമരങ്ങളുമായിട്ട് തന്നെ UDF മുന്നോട്ട് പോകും. ഈ 6 മാസത്തിനിടയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളൊന്നും കണ്ടില്ലേ എന്നാണ് മേയർ ഇന്നലെ ചോദിച്ചത്. എവിടെയാണ് വികസന പ്രവർത്തനം? കാണിച്ചാൽ ഒരുമിച്ച് കൂടെ പോകാം. എന്താണ് വികസന പ്രവർത്തനം? ഈ റോഡിലെ കുഴിയാണോ? റോഡ് മാപ്പ് നിറച്ച് കുഴിയാണ്. ഇവിടെ കുടിവെള്ളം പറയുന്നത് കോർപ്പറേഷൻ ഒരു ചുമതലയില്ലെന്നാണ് പറയുന്നത്. അതാണോ വികസനം? അല്ലെങ്കിൽ ഇവിടെ തെരുവുനായ വിഷയത്തിൽ എന്താണ് പരിഹാരം ഉണ്ടായിട്ടുള്ളത്? മാലിന്യ സംസ്കരണത്തിൽ എന്താ പരിഹാരം ഉണ്ടായിട്ടുള്ളത്? ഇവിടെ നരേന്ദ്രമോദിയുടെ ബഡ്ജറ്റിൽ പോയി കൊണ്ടുവന്ന 1000 കോടി പദ്ധതി എവിടെയാണ്? അതൊന്നും കണ്ടില്ല. ഒളിമ്പിക് നഗരം എവിടെയാണ്? അതേ കാണിക്കുകയാണെങ്കിൽ നമുക്കൊരു കണ്ണാടി ഇട്ട് ഞാനും പോകുന്ന തയ്യാറാണ്. മേയർ ഇന്നലെ താങ്കളെയും ദീപകിനെയും പരിഹസിച്ചിരുന്നു. താങ്കൾ ആന്തൂറിയം പൂകൊണ്ട് മഴയത്ത് നിൽക്കുകയാണ്, ദീപക് അവലോസുണ്ടയുമായി അടുക്കളയിൽ നിൽക്കുകയാണ്. ഇതൊക്കെ ഈ 1960-ലെ കോമഡിയാണ്. ഇച്ചിരി അപ്ഡേറ്റഡ് ആവും. ക്രിഞ്ച് കോമഡി അടിക്കലെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഭയങ്കര മോശമായിപ്പോയി, ഭയങ്കര ക്രിഞ്ചായിപ്പോയി. ഇതൊക്കെ 950-ലെ സിനിമയെ പോലും ക്രിഞ്ചാണ്. അത് ഇത്ര ആലോചിച്ച് പറഞ്ഞപ്പോഴേ ഒരു തഗ് അടിക്കണ്ടായിരുന്നല്ലോ. BJP-ക്കാർ പോലും മറ്റേ തഗ് വീഡിയോ ഇട്ട് ചെയ്തില്ല, അത്ര ക്രിഞ്ചായിരുന്നു. ദീപക് പറഞ്ഞത് നേരത്തെ ഞങ്ങൾ അവലോസുണ്ട മേയർക്ക് കൊടുത്തിരുന്നു എന്നാണ്. ക്രിഞ്ചടിക്ക് നിർത്തണം. കാലം മാറി ഇതാരും മനസ്സിലാവുന്നില്ല. ഇത് ഞാൻ പ്രായമുള്ള ആൾക്കാർ പോലും താമസിച്ചിരിക്കുന്നില്ല. എന്നാലും രാഷ്ട്രീയം പറയുകയാണ്. നിലപാട് ശക്തമായിട്ട് UDF ശക്തമായി സഭയ്ക്കകത്ത് വെളിയിലും ശക്തമായി നിലനിൽക്കുക. എന്തായാലും ശ്രീ ശബരിനാഥാണ് നമ്മളോട് പ്രതികരിച്ചത്. ഇന്നലെ അടക്കം ഈ ഒരു മേയർ പരിഹസിച്ചപ്പോൾ, അതായത് ശ്രീ ശബരിനാഥൻ മഴയത്ത് ഈ ആന്തൂറിയം പൂകൊണ്ട് നിൽക്കുകയാണ്, SP ദീപക് അവലോസുണ്ടയുമായി അടുക്കളയിൽ നിൽക്കുകയാണ്, ശബരിനാഥിനെ ഉടൻ സംരക്ഷിക്കണം, രക്ഷിക്കണം, ഈ മഴയത്ത് നിന്ന് സംരക്ഷിക്കണമെന്നാണ് മേയർ VV രാജേഷ് പറഞ്ഞിരുന്നത്. അത് കേട്ടപ്പോൾ ക്രിഞ്ചാണ് തോന്നിയത് എന്നാണ് ശബരിനാഥൻ നമ്മളോടിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.